ഇനി വമാ കസറ ജംഉഹു ഇല്ലാ ലിബിദഅത്തി അഫ്ളലു ഇല്ലാ ലിബിദഅത്തി ഇമാമിഹി. പിന്നെ ഒരു ജമാഅത്ത് കസുറ ജംഉഹു, അതിൻ്റെ സംഘം കൂടുതൽ, ആൾ കൂടുതലാണ്, മിനൽ മസാജിദി ഔ ഗൈരിഹ. ആ ആൾ കൂടുതലുള്ള ജമാഅത്ത് എന്ന് പറഞ്ഞാൽ പള്ളിയിലാണെങ്കിലും അല്ലെങ്കിലും, പള്ളിയിലുള്ള അഫ്ളലാന്ന് നേരത്തെ പറഞ്ഞു, അതൊരു ഐതിഹ്യത്താണ് സ്ഥലം നോക്കിയിട്ട്. ഇത് എണ്ണം നോക്കിയിട്ട് അഫ്ളൽ പറയുന്നത്. ആൾ കൂടുതലാണെങ്കിൽ അഫ്ളലു അഫ്ളലാണെങ്കിൽ ഖബറു സഹീഹ് വമാക്കാന അക്സറ വഹു അഹബ്ബു ഇലല്ലാഹി തആല എന്ന് ഹദീസ്. മാക്കാന അക്സറ, പിന്നെ ഒരു ജമാഅത്ത് അത് അക്സറാണ്, വഹു അഹബ്ബു ഇലല്ലാഹി തആല, അള്ളാഹിലേക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് അതാണെന്ന്. നാം അൽ ജമാഅത്ത് ഫിൽ മസാജിദി സലാസത്തി അഫ്ളലു, എന്നാൽ എണ്ണം കുറഞ്ഞാൽ തന്നെ അഫ്ളലാകുന്നതുണ്ട്, അതാ പറയുന്നത്. നാം അതെ, അൽ ജമാഅത്ത് ഫിൽ മസാജിദ് സലാസ, 3 പള്ളികളിൽ, മസ്ജിദുൽ ഹറാം, മസ്ജിദുൻ നബവി, മസ്ജിദുൽ അഖ്സ, അവിടെ ജമാഅത്ത് അഫ്ളലാണ് മിൻഹാ ഫി ഗൈരിഹ, അതല്ലാത്ത പള്ളികളെക്കാൾ, പള്ളികളിലെ ജമാഅത്തിനേക്കാൾ, മിൻഹാ ജമാഅത്തിനേക്കാൾ ഫി ഗൈരിഹ, ഈ 3 പള്ളി അല്ലാത്തതിലെ ജമാഅത്തിനേക്കാൾ അഫ്ളല. വയും കല്ലത്ത്, എണ്ണം കുറവാണെങ്കിലും, ആ ജമാഅത്ത് ആള് കുറവാണെങ്കിലും, പിന്നെ കല്ലത്ത് എന്ന് പറഞ്ഞാൽ ജമാഅത്തിലേക്കാണ് എന്തുള്ള അമീറും അടങ്ങുക. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ സംഘം എന്നല്ലേ, സലാത്തുൽ ജമാഅത്തി എന്ന് പറഞ്ഞാൽ സംഘത്തിൻ്റെ നിസ്കാരമല്ലേ. പിന്നെ സലാത്തുൽ ഫുറാദയാണ് മറ്റേ ഒറ്റക്കൊറ്റക്കുള്ള നിസ്കാരം. അപ്പോൾ ഇത് സ്ഥലം നോക്കിയിട്ടുള്ള അഫ്ളലിയ്യത്താണ്. ബൽ ഖാലൽ മുത്തവല്ലി, ഇമാം മുത്തവല്ലി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇന്നൽ ഇൻഫിറാദ ഫിഹാ അഫ്ളലു മിനൽ ജമാഅത്തി ഫി ഗൈരിഹ, ഈ 3 പള്ളിയിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കലാണ് അഫ്ളല് മറ്റുള്ള ജമാഅത്തുകളിൽ, അല്ല പള്ളികളിൽ ജമാഅത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ അഫ്ളല്. എന്ന് പറഞ്ഞാൽ അവിടെ പോയാലോ ഒറ്റയ്ക്ക് നിസ്കരിക്കാൻ കഴിയുള്ളൂ, വേറെ പള്ളിയിലാണെങ്കിലോ ജമാഅത്ത് കിട്ടും. പിന്നെ അപ്പോൾ അവിടെ പോയി ഒറ്റയ്ക്ക് നിസ്കരിക്കല അഫ്ളല്. ലാക്കിന്നൽ ഔജഹ ഖിലാഫുഹു, ഇമാം മുത്തവല്ലി അങ്ങനെ പറഞ്ഞെങ്കിലും അതിൻ്റെ ഖിലാഫാണ് ഔജഹ്. അപ്പോൾ അവിടെ ഒറ്റയ്ക്ക് നിസ്കരിക്കൽ ജമാഅത്തിനേക്കാൾ അഫ്ളലില്ല. ഇല്ലാലി ബിദഅത്തി ഇമാമിഹി, ആ പിന്നെ ജംഇൻ്റെ, അതായത് മാക്കസുറ ജംഉഹു എന്ന് പറഞ്ഞാൽ തോനെ ആൾ കൂടുന്ന ആ ജമാഅത്ത്, ആ മാക്കസുറ ജംഉഹു ആയ ജമാഅത്തിൻ്റെ ഇമാമ് മുഖ്തദി ആയാൽ ഒഴികെ. അപ്പോൾ മുഖ്തദി ആയിക്കഴിഞ്ഞാൽ പിന്നെന്തില്ല, അവനൊരു മഹത്വമില്ല. ശറയിൽ തീരുമാനിച്ച മഹത്വങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. തഖ്വണ്ടായിരിക്കുക, സുന്നിയായിരിക്കുക എന്നതുമായി ബന്ധപ്പെട്ടതാണ്. അതില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം പോകും, അങ്ങനെയാണ്. അപ്പോൾ അമലിലും എഴുത്തിക്കാതിലും ശരിയായിരിക്കണം. എഴുത്തിക്കാത് ശരിയാകണം, സുന്നിയാകണം. അമൽ ശരിയാകണം, തഖ്വണ്ടാകണം. എന്നാലാണ് ആ മഹത്വങ്ങളൊക്കെ ഉണ്ടാകുക. അപ്പോൾ എന്താണ്, പിന്നെ ശേഷം ഇമാമിൻ്റെ ഫിസ്കും പറയുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും ഇല്ലെങ്കിൽ മഹത്വം പോയി എന്നർത്ഥം. ബാക്കിയുള്ളവർക്കും മഹത്വം നഷ്ടപ്പെടുത്തും, അതാണ് ഇവൻ കാരണം ബാക്കിയുള്ളവർക്ക് നഷ്ടപ്പെടും. അതുകൊണ്ടാണല്ലോ ആ ജമാഅത്ത് അഫ്ളലല്ല എന്ന് പറഞ്ഞത്. ഇതിപ്പോൾ നബി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞതുമാണ്, മറ്റ് അയിമത്തുകളൊക്കെ നക്കൽ ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും എന്താണ്, ബിദഅത്തുകാരുമായിട്ടുള്ള തർക്കുൽ മുവാലാത്തിൽ കണിശക്കാരാണെന്ന് അർത്ഥം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണല്ലോ ഇമാം, എന്താണ് മുത്തബി ഹുസൈൻ, അതിൻ്റെ നേതാവ്. അത് ഉമർ ഇബ്നുൽ ഖത്താബിൽ നിന്ന് വന്നതാണ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നതാണ്. അങ്ങനെയല്ലേ. ഇല്ലാലി ബിദഅത്തി ഇമാമി അല്ലത്തി ലാ തഖ്തളി തക്ഫീറഹു, ഏത് ബിദഅത്ത്, ഇവൻ കാഫിറാകലിനെ തേടുന്നില്ല, അങ്ങനത്തെ ബിദഅത്ത്. കാഫിറാകലിനെ തേടുന്നത് പിന്നെ അത് തുടരൽ ചെയ്യാവൂലല്ലോ. റാഫിലിയ്യൻ, ഏതുപോലെ ആ തേടാത്ത ബിദഅത്തിന് ഉദാഹരണം പറഞ്ഞ റാഫിലിയ്യനെ പോലെ. റാഫിലിയ്യ്, മുജസ്സിമ്, ജൗഹരിയ്യ്, ഖദരിയ്യ്, ഷിയഇയ്യ്, സൈദിയ്യ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഔ ഫിസ്ഖിഹി, അല്ലെങ്കിൽ ബിദഅത്തി ഇമാമിഹി എന്നുള്ള അതിൻ്റെ മേൽ ഇത്ഫാണ്. അപ്പോൾ ഇമാമിൻ്റെ ഫിസ്ഖിന് വേണ്ടി, അപ്പോൾ ഇമാമ് ഫാസിഖാണ് അല്ലെങ്കിൽ ഇമാമ് മുഖ്തദിയാണ്. ഫാസിഖാകുക എന്ന് പറഞ്ഞാൽ എന്താണ്, സഗീറത്തിൻ്റെ മേൽ ഇസ്തിമ്രാർ ഉണ്ടായാൽ ഫിസ്ക് വരും എന്നല്ലേ. ഒരു ചെറുദോഷം ചെയ്യണം, എല്ലാ ദിവസവും ചെയ്യും. അല്ലെങ്കിൽ എന്താണ്, കബീറത്ത് ചെയ്തിട്ട് തൗബ ചെയ്തില്ല, നിസ്കാരം ഖളാക്കി എന്നിട്ട് തൗബ ചെയ്തില്ല. അല്ലെങ്കിൽ സഗീറത്ത് എന്താണ്, ദിവസവും ചെയ്യും. എല്ലാ താത്താമാരും എനിക്ക് സംസാരിക്കും, നോക്കും, വർത്താനം പറയും. അപ്പോൾ സംഗതി കുഴപ്പമാണെന്ന് അർത്ഥം. ആജാതി ഇമാമിങ്ങളാവുമ്പോഴേ അതെ ഔ ഫിസ്ഖിഹി വലൗ ബി, അങ്ങനെ പിന്നെ എന്താണ്, സഗീറത്ത് ഇസ്തിമ്രാർ ചെയ്യുന്ന സ്ഥലത്ത് ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. മൊത്തം ഇവൻ്റെ ഹസനാത്തുകൾ എന്താണ്, ആ സയ്യാത്തുകളെക്കാൾ കൂടിയിട്ടുമില്ല.
അല്ലേ? ഹസനാത്തുകൾ ഇപ്പം എത്ര ഉണ്ടാകുക? ആ പാടം ചേർത്ത് നിസ്കരിക്കും, സുന്നത്ത് തന്നെ ഫുള്ള് തീർത്ത് നിസ്കരിക്കൂല. ആ നിസ്കരിക്കുന്ന ഫറലിൽ തന്നെ സുന്നത്തുകൾ എടുക്കൂല. ഒതു കൊടുക്കലൊക്കെ ഒരു കഥയായിരിക്കും. പിന്നെ ഹസനാത്തുകൾ കൂടുതലുണ്ടെന്ന് പറയാനും കഴിയൂലല്ലോ. അപ്പോൾ മൊത്തത്തിൽ പലയിടത്തും പ്രശ്നമാണെന്നർത്ഥം. വലൗബി മുജറദി തുഹുമത്തി, അത് ഫിസ്ക് ഉണ്ട് എന്നുള്ളത് എന്ത് വേണ്ട, സാക്ഷി നിന്ന് കാലീൻ്റെ അടുക്കൽ സ്ഥിരപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. തുഹുമത്തായാലും മതിയും. അത് അല്ലത്തി ബിഹാൻ ഔ ഖുവ്വത്തിൻ, വെറും തുഹുമത്തല്ല, വെറും ഒരു ധാരണയല്ല, ഒരു കവിയായ ധാരണ വേണം എന്ന കമാഹു വാലിഹൻ ഔ വൈരിഹിമ മിമ്മ യക്തലി, അല്ലെങ്കിൽ ഇത് രണ്ടും അല്ലാത്ത കാര്യത്തിന് വേണ്ടി എന്താണ് ജമ്മു കസീറായത് അഫ്ദലാണ്. ഇത് രണ്ടും അല്ല, അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങൾ വേറെ ഇല്ല. അതുപോലത്തെ കാര്യം വേറെന്താ? മിമ്മ യക്തലി കറാഹത്തൽ ഇക്തിദായി ബിഹി, അവനെ തുടരൽ എന്താണ് കറാഹത്തിനെ തേടുന്ന മറ്റു കാര്യങ്ങൾ. ഫല്ലക്കല്ലു ജമാഅത്തൻ ബലിൽ ഇൻഫിറാദു അഫ്ലലു, അപ്പോൾ എന്താണ് ആള് എണ്ണം കുറഞ്ഞ ജമാഅത്താണ്, അല്ലെങ്കിലും ഒറ്റക്ക് സ്കരിക്കൽ അഫ്ലല്, ഒറ്റക്ക് സ്കരിക്കണം, അതാണ് അഫ്ലല്. ബലിൽ ഇൻഫിറാദു അഫ്ലലു, മുത്തദീൻ്റെ തബ്ലീഗ് ജമാഅത്തിൻ്റെയും എന്ന പോലെ സലഫീൻ്റെയും പള്ളിയിലൊന്നും കയറി ജമാഅത്തിൽ കൂടരുത്, ഒറ്റക്ക് സ്കരിക്കണം, അതാണ് അഫ്ലല്. കൂലി കൂടുതലുള്ളതല്ലേ ചെയ്യേണ്ടത്, സുന്നത്തായ കാര്യമല്ലേ ചെയ്യേണ്ടത്, അതിനല്ലേ അയിമത്ത് ഇത് പറയുന്നേ അല്ലേ? വക്കതാലൗക്കാനൽ ആയത്തക്കത് ഉജൂബ ബലിൽ അർക്കാനി അവിഷുറൂത്തി വൈൻ അത്താബിഹ, ഇങ്ങനെ തന്നെ അവന് എന്താണ് ചില റുക്കിനുകൾ അല്ലെങ്കിൽ ചില ഷർത്തുകൾ വാജിബാണ് എന്നുള്ളത്, ഷർത്ത് വാജിബാന്ന് പറഞ്ഞാൽ മാലാബുദ്ധമിന്നു എന്നർത്ഥം. അത് വിശ്വസിക്കാത്ത ആളാണെങ്കിലും ഇങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ മദ്ഹബ് വേറെയാണ്. അപ്പോഴും അയാളെ തുടരുന്നതിനേക്കാൾ നല്ലത് ഒറ്റക്ക് നിസ്കരിക്കലാണ്. വൈൻ അത്താബിഹ, അയാളത് കൊണ്ടുവരുന്നുണ്ട് പക്ഷെ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ബിസ്മി എല്ലുന്നുണ്ട് പക്ഷേ ബിസ്മി നിർബന്ധാന്നുള്ളത് വിശ്വസിക്കുന്നില്ല. ലിഅന്നഹു യഖ്സിദു ബിഹൻ നഫലിയ്യത്ത, കാരണം എന്താണ് ബയൽ, കൊണ്ടുവന്ന ബയലുണ്ടല്ലോ, പിന്നെ അത് വാജിബാന്ന് വിശ്വസിക്കുന്നില്ല. പിന്നെന്താ വിശ്വസിക്കുക? സുന്നത്താന്ന് വിശ്വസിക്കും. ഒരു വാജിബിനെ കുറിച്ച് സുന്നത്താന്ന് വിശ്വസിക്കുക. വഹുവ ആ ഖസ്ദ് എന്താണ് മുബത്തിലും നിന്തല, നമ്മുടെ നിസ്കാരം ബാത്തിലാക്കുമല്ലോ. അപ്പം അതുകൊണ്ട് ഇതൊരു മുബത്തിൽ ചെയ്ത ആളാണ്, അയാളോട് തുടർന്നാൽ ശരിയാവില്ല. പിന്നെ വമിൻ സമ്മ അബുത്തലൽ ഇക്തിദാ ബിഹി മുത്തലഖൻ, അപ്പോൾ ഇയാളെക്കാളിൽ എന്താണ് ഒറ്റക്ക് സ്കരിക്കൽ അഫ്ളൽ എന്നപ്പം നേരത്തെ പറഞ്ഞു. എന്നാൽ ചില ഇമാമിങ്ങൾ പറഞ്ഞു ഇങ്ങനെ ബഅദുൽ അർക്കാനെ ഷുറൂത്തിന്റെ വുജൂബ് അത് വാജിബാന്ന് വിശ്വസിക്കാത്ത ആൾ, അയാളോട് തുടരൽ എന്താണ് ഇക്തിദാ എന്ന ബാത്തിലാണ് എന്ന് ബഅദു അസ്ഹാബിനാണ്. മുത്തലഖൻ എന്ന് പറഞ്ഞാൽ ചെയ്താലും ശരി ഇല്ലെങ്കിലും ശരി, കൊണ്ടുവന്നാലും ശരി ഇല്ലെങ്കിലും ശരി, അത് ബാത്തിലാക്കി, ഇക്തിദാ ബാത്തിലാന്ന് പറഞ്ഞു. ആര്? ബഅദു അസ്ഹാബിന, നമ്മളെ അസ്ഹാബിൽ ചിലർ ബാത്തിലാന്ന് പറഞ്ഞു. വജവ്വസഹുൽ അക്സറു, ബഅദു ബാത്തിലാന്ന് പറഞ്ഞെങ്കിൽ ഇക്തിദാ ജായിസാന്നുള്ളതാണ് എന്ത് അക്സറുള്ള സഹാബും പറഞ്ഞത്. ജായിസാന്ന് പറയാൻ കാരണം എന്താ? റിയായത്തല്ലി മസ്ലഹത്തിൽ ജമാഅത്ത് എന്ന മസ്ലഹത്ത് പരിഗണിച്ചിട്ട് വക്തിഫാംബി ഉജൂദി സൂറത്തിഹ എന്ന പോലെ ജമാഅത്തിന്റെ സൂറത്തുണ്ടല്ലോ ഇവൻ കൊണ്ടുവരുമ്പോൾ അല്ലേ, അത് ചെയ്യുമ്പോൾ അതിൻ്റെ സൂറത്തുണ്ടായല്ലോ, വിശ്വാസം നോക്കണ്ട എന്നതുകൊണ്ട് മതിയാക്കി കിട്ടും. ഇല്ല അങ്ങനെ അല്ലെങ്കിൽ ഇവൻ കൊണ്ടുവരുന്നില്ലെങ്കിൽ ജായിസല്ലെങ്കിൽ ലമ്യസിഹ ഇഖ്തിദാഉം ബി മുഖാലിഫിൻ, മുഖാലിഫുൽ മദ്ഹബുമായിട്ട് തുടരൽ സഹിയാവൂല. തഅത്തലത്തിൽ ജമാഅത്തു, ജമാഅത്തുകൾ എന്തുവായി പോകും? ഇല്ലാതെ ആയി പോവുകയും ചെയ്യും എന്ന. അപ്പോൾ ലൗക്കാന ലായത്തഖിദു വൂജൂബ ബഅലിൽ അർക്കാനി എന്ന് പറഞ്ഞത് ഈ മുഖാലിഫുൽ മദ്ഹബ് മാത്രമല്ല. അതുകൊണ്ടാണ് അവിടെ ഹാഷിയയിൽ ഔ വൈരിഹിമാന്ന് അതിന് മുമ്പ് പറഞ്ഞില്ലേ, മിമ്മ യഖ്തലി കറാഹത്തൽ ഇഖ്തിദാഇ ബിഹി എന്ന് പറഞ്ഞത് കഹനഫി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ ലായത്തഖിദു വൂജൂബ ബഅലിൽ അർക്കാനി എന്ന് പറഞ്ഞ ഷാഫി മദ്ഹബുകാരൻ തന്നെയാണ്. പക്ഷെ ഇവനെന്തായി ഒരു റുക്കിന് വാജിബാന്നുള്ള ഓൻ വിശ്വസിക്കുന്നില്ല. അത് ഓൻ്റെ ജഹാലത്തുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇവന് വേറെന്തോ ശുഭത്ത് കുടുങ്ങിയിട്ടായിരിക്കും അങ്ങനെ. അപ്പം അതിൽ എന്തും പെടും? ലായത്തഖിദു വൂജൂബ ബഅലിൽ അർക്കാനി എന്ന് പറഞ്ഞതിൽ മുഖാലിഫുൽ മദ്ഹബും പെടും. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ അത് ജായിസല്ല എന്ന് പറഞ്ഞാൽ, അക്സർ പറയും പോലെ ജായിസല്ല എന്ന് പറഞ്ഞാൽ മുഖാലിഫിനോട്, മുഖാലിഫും ഫിൽ മദ്ഹബി എന്നർത്ഥം, തുടരിൽ സഹിയാവൂല എന്ന് പറയേണ്ടി വരും.
അങ്ങനെ വന്നാൽ പിന്നെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകുമല്ലോ. ജമാഅത്തില്ലാതായി പോകുമെന്ന് പറഞ്ഞാൽ പല പള്ളികളിലും ചിലപ്പോൾ മൊത്തത്തിലില്ലാതെയായി പോകും. അല്ലെങ്കിൽ എന്താണ്, ചില വ്യക്തികൾക്ക് നഷ്ടപ്പെട്ടു പോകും, സ്ഥിരമായി ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് ജായിസാണ്, അതിനേക്കാൾ അഫ്ളലും ഫിറാദാണ് എന്നർത്ഥം. ഇനി വലോ താഴ്തറത്ത് ഇല്ലാ ഖൽഫ മൻ യുക്റഹുൽ ഇഖ്തിദാഉ ബിഹി. അപ്പോൾ ഈ മുഖാലിഫുൽ മദ്ഹബിൻ്റെ എന്താണ് ആ ഹിക്മത്ത് എന്താണെന്നുള്ള ശേഷം പറയുന്നുണ്ട്. അപ്പോൾ അത് കറാഹത്താണ്, ജമാഅത്തിൻ്റെ കൂലി കിട്ടൂല എന്ന് പറയുമ്പോൾ ജമാഅത്ത് പിന്നെ ഒഴിവാക്കുക മുഖാലഫത്തുൽ മദ്ഹബിന് വേണ്ടി. അങ്ങനെയല്ല, ആ മദ്ഹബ് പഠിച്ചിട്ട് അതുപോലെ അവരുടെ കൂടി നിസ്കരിക്കണം, തഖ്ലീദ് ചെയ്തിട്ട് അതുപോലെ നിസ്കരിക്കണം എന്നാ അതാ പറയുന്നതിൻ്റെ അർത്ഥം. ഏതുപോലെ എന്ന് വെച്ചാൽ പ്രയാസമുള്ളവന് കടം കൊടുത്താൽ എന്താണ്, തിരിച്ചു തരാൻ പ്രയാസമുള്ളവന് കടം കൊടുക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, കടം കൊടുക്കണ്ടെന്നാ? അല്ല, ഓനെ എന്ത് വെറുതെ കൊടുക്കണമെന്നാ? ആ സദക്ക ചെയ്തേക്കണോ? എന്നാലും ഓരോ കാര്യം നടക്കണ്ടേ. പിന്നെ അപ്പം എന്ന് പറഞ്ഞ പോലെ മദ്ഹബ് പഠിക്കണം എന്നർത്ഥം. പിന്നെ വലോ താഴ്സറത്തില്ല ഖൽഫ മൻ യുക്റഹുൽ ഇഖ്തിദാഉ ബിഹി. ഈ ജമാഅത്തിന് ലഭ്യമല്ലെങ്കിൽ തുടരൽ കറാഹത്തുള്ളവരുടെ പിന്നിലല്ലാതെ ലഭ്യമല്ല. ഇപ്പം നമ്മൾ നേരത്തെ മുഖ്തദിയും എന്ന പോലെ ഇതെല്ലാം പറഞ്ഞല്ലോ. ലന്തന്ത ഫിൽ കറാഹത്തു, കറാഹത്ത് ഇല്ലാതാവൂല, ആ കറാഹത്ത് തന്നെ. കമാ ഷമിലഹു കലാമുഹും, അയിമത്തിൻ്റെ കലാമ്. അപ്പോൾ വേറെ ജമാഅത്ത് ഉണ്ടാവുമ്പോൾ കറാഹത്ത് എന്നല്ല, വേറെ ജമാഅത്ത് ഇല്ലെങ്കിലും കറാഹത്ത് തന്നെ. അതുകൊണ്ട് ഒറ്റയ്ക്ക് നിസ്കരിക്കൽ അഫ്ളൽ എന്ന് തന്നെ. വലാ നദറ ഇലി ഇദാമത്തി തഅത്തുലി അലി സുഖൂത്ത് ഫർലി ഹാഹിന ഇതിൻ. അപ്പോൾ നദറില്ല, നോട്ടമില്ല എന്തിലേക്ക്, അത് തഅത്തുലാകൽ ദായിമായി തഅത്തുലായി പോവുമല്ലോ എന്ന്. പിന്നെ ഇദാമത്തി തഅത്തുലിഹ. അപ്പോൾ ഇവൻ കറാഹത്ത് വിചാരിച്ചിട്ട് അഫ്ളൽ എന്നുള്ള നിലയ്ക്ക് എപ്പോഴും ഒറ്റയ്ക്ക് നിസ്കരിച്ചാൽ പിന്നെ ഇവനെ ജമാഅത്ത് കിട്ടൂലല്ലോ. അത് നോട്ടമല്ല. കാരണം എന്തിൽ സുക്കൂത്തി ഫർലിഹ ഹീനയിദിൻ, ആ സമയത്ത് ഫർലാന്ന് പറഞ്ഞ അനുസരിച്ച് ആ സമയത്ത് ഫർലില്ലല്ലോ. ഹീനയിദിൻ കറാഹത്താകുന്ന സമയത്ത് ജമാഅത്ത് ഫർലില്ലല്ലോ. അതാ. പിന്നെ ഒബിമാ തക്കററ ഒലിമാ, സുക്കൂത്തി ഫർലിഹ എന്ന് പറഞ്ഞത് ഫർലി കിഫായ അല്ലേ. ഇനി ഒബിമാ തക്കററ ഒലിമ, ഈ പറഞ്ഞുറച്ചതിൽ നിന്ന് എന്താണ് അറിയപ്പെട്ടു, ലൈഫ് ഇഖ്തിയാർ സുബുക്കി വമൻ തബിയാഹു. ഇമാം സുബുക്കി റഹിമഹുല്ലയും കൂട്ടരും എന്തു പറഞ്ഞു വന്നു, അന്നസ്സലാത്ത ഖൽഫ ഹൗലായി വമിൻഹുമുൽ മുഖാലിഫു അഫ്ളലു മിനൽ ഇൻഫിറാദി. ഇവരുടെയൊക്കെ പിന്നിൽ ആ കൂട്ടത്തിലാണ് ആര്, ആ മുഖാലിഫു ബിൽ മദ്ഹബ്, മറ്റു മദ്ഹബുകാർ. അവരുടെ കൂടെ എന്താണ് നിസ്കരിക്കലാണ്, അവരുടെ പിന്നിൽ ജമാഅത്തായി നിസ്കരിക്കലാണ് അഫ്ളല് മിനൽ ഇൻഫിറാദി, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ എന്ന് ഇമാം സുബുക്കി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആ ഖൗല് ലൈഫാണ്. ഫൈൻകുൽത്ത, അപ്പം നീ ചോദിച്ചാൽ മാ വജ്ഹുൽ കറാഹത്തില്ലത്തി ദക്കർതഹ ബിൽ മുഖാലിഫി, മുഖാലിഫും ബിൽ മദ്ഹബായ ആളുമായിട്ട് തുടർന്ന് നിസ്കരിക്കൽ കറാഹത്ത് എന്നല്ലേ പറഞ്ഞു. അതിൻ്റെ ന്യായം എന്താ? കുൽത്തു, അതിൻ്റെ ന്യായം എന്താ? അതിന് പറയുന്നത് മാ യുലമു ഇമ്മാ എത്തി, ശേഷം വരുന്ന ഒന്നിൽ നിന്ന് അറിയപ്പെട്ടതാണ് അതിൻ്റെ ന്യായം. എവിടെ വരുന്നു? ഫി ബഹ്സിൽ മൗഖിഫിൻ്റെ ബഹ്സിൽ. പിന്നെ അന്ന കുല്ലമാ വഖഅൽ ഇഖ്തിലാഫു, ഇവിടെ തന്നെ കുല്ലമാ വഖഅൽ ഇഖ്തിലാഫു ബിൽ ഇബ്താലി ബിഹി, ഒരു കാര്യം, ഏതൊരു കാര്യവും അതിനെക്കുറിച്ച് ഖിലാഫ് ഉണ്ടായിട്ടുണ്ട്. എന്ത് ഖിലാഫ്? ആ ഒന്നുകൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ലേ എന്നുള്ളതിൽ ഖിലാഫ് ഉണ്ടായിട്ടുണ്ട്. മിന്നൈസുൽ ജമാഅത്തു, ജമാഅത്ത് ഹൈസിയത്തിൽ എന്താണ്, അത് ബാത്തിലാണോ അല്ലേ എന്ന് ഖിലാഫ് വന്നിട്ടുണ്ട്. യക്തലി, ആ ഒരു കാര്യം തേടും എന്തിനാൽ കറാഹത്തിനെ തേടും. മിന്തിൽക്കൽ ഹൈസിയത്തി, ആ ഹൈസിയത്തിൽ, ജമാഅത്ത് ഹൈസിയത്തിൽ കറാഹത്തിനെ തേടും. അപ്പം ഈ ഹൈസിയത്തിൽ എന്ത് വന്നു എന്ന് പറഞ്ഞു, ഖിലാഫ് വന്നു എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞല്ലോ. ഷർത്തും ഫർളും വിശ്വസിക്കാത്ത, അതിൽ നിന്ന് ചിലതിനെ വിശ്വസിക്കാത്ത ആളുമായിട്ട് പിന്നെ അയാളത് കൊണ്ടുവന്നാലും ശരി ഇല്ലെങ്കിലും ശരി അയാളെ തുടർന്നാൽ നിസ്കാരം ബാത്തിലാകും എന്ന് എന്താണ് ബഅദുൽ അസ്ഹാബ് പറഞ്ഞു എന്ന് നേരത്തെ പറഞ്ഞില്ലേ. അത് തന്നെയാണ് ഖിലാഫ് ഉണ്ടായി എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ ഖിലാഫ് ഉണ്ടായിക്കഴിഞ്ഞാൽ സഹീഹാണോ അല്ലേ എന്നുള്ള ഖിലാഫ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെന്തില്ല, അപ്പം ഇഖ്തിദാ സഹീഹല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഖുദ്വത്ത് ബാത്തിലാണ്, പിന്നെ നിസ്കാരം ബാത്തിലാണല്ലോ, അങ്ങനെയല്ലേ.
അപ്പൊ അതാ പറഞ്ഞ. ഇനി അപ്പൊ ഖിലാഫുള്ളോണ്ട കറാത്തായത് ഔ കൗനിൽ ഖലീലത്തി ബി മസ്ജിദിൻ മുതയഖിനിൻ ഹല്ലു അർലിഹി വ മാലി ബാനിഹി, അല്ലെങ്കിൽ ഈ ആള് പറഞ്ഞ ജമാഅത്ത് അവിടെ ഒരു പള്ളിയിലാ, അവിടെ അർള് ഹലാലാണെന്ന് ഉറപ്പാ, അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയ ആളുടെ മുതൽ ഹലാലാണെന്ന് ഉറപ്പാണ്, ശുഭത്തൊന്നും ഇല്ലാത്ത മുതൽ. എന്നാൽ ആ പള്ളിയിൽ മറ്റേ പള്ളിയിലാണെങ്കിലോ അതിനുശേഷം പറയുന്നുണ്ട് വൽ കസീറത്തു ബിഗൈരിദാലിക്കാന്ന് പറയുന്നുണ്ട്. അത് ഉറപ്പില്ല, തന്നാണെങ്കിലും ഉറപ്പ് ഇവിടെയാണുള്ളത്. അപ്പൊ ഇവിടെ അഫ്ളല്, കസീറത്ത് ആള് കൂടിയെടുത്ത് അഫ്ളലല്ല. ഔ ഇമാമുഹു യുബാദിറു ബിസ്സലാത്തി അവ്വലൽ വക്തി, അല്ലെങ്കിൽ എന്താണ് ഇമാമുഹു എന്ന് പറഞ്ഞാല് ആ ഖലീലത്തിന്റെ പള്ളി അവിടുത്തെ ഇമാമ് നിസ്കാരം അവ്വൽ വക്തിൽ നിസ്കരിക്കും, മറ്റേ ആള് കൂടിയെടുത്തോ അവിടെ കുറച്ച് വൈകിട്ട് നിസ്കരിക്കുക. പിന്നെ ഔ യുത്തീലുൽ ഖിറാഅത്ത, അല്ലെങ്കിൽ അപ്പൊ അത് ജുമാക്കൊക്കെ വരും, ആള് പറഞ്ഞ ചെറിയ ജമാഅത്തുണ്ടാവും ജുമാക്കൊക്കെ, പിന്നെ അവിടെ പ്രസംഗമൊന്നും ഉണ്ടാവില്ല, ഞാൻ നിസ്കരിക്കും. മറ്റേ ആള് പ്രസംഗിച്ച് കുറെ കഴിഞ്ഞിട്ട് നിസ്കരിക്കുക, എന്നാൽ ഈ ആള് പറഞ്ഞെടുത്ത് അഫ്ളല്. പിന്നെ ഔ യുത്തീലുൽ ഖിറാഅത്ത്, അല്ലെങ്കിൽ ഈ കുറഞ്ഞ എന്താണ് ജമാഅത്തുള്ള പള്ളിയിലെ ഇമാമ്, ആ ഇമാം എന്താക്കും ഖിറാഅത്ത് നീട്ടും, കുറച്ചധികം ഓതും. ഹത്താ യുദ്രിക ബത്തീഉൽ ഖിറാഅത്തി അൽ ഫാത്തിഹത്ത, അപ്പോ പതുക്കെ ഓതി നിസ്കരിക്കുന്നവരുണ്ട് മാമൂമിങ്ങള്. അപ്പൊ ഇയാള് എന്താണ് ബത്തീഉൽ ഖിറാഅത്താണ്, അത് ഇയാളെ നോക്കിയാൽ മതിയല്ലോ. അപ്പൊ ഇയാൾക്ക് ഫാത്തിഹ പൂർണ്ണമായിട്ടും കിട്ടും, ഇമാമ് കുറച്ച് അധികം ഓതുകയും ചെയ്യും. അങ്ങനെയാകുമ്പോൾ നീട്ടി ഓതുക എന്ന് പറഞ്ഞതിന് ഷർത്തുണ്ട്, ആ പറഞ്ഞ രീതിയിൽ നീട്ടി ഓതാനല്ലേ പറ്റുള്ളൂ. പൊതുജമാഅത്ത് മഹ്സൂരിങ്ങളുടെ എന്താണ് എന്ന് പറഞ്ഞ നീട്ടൽ അനുവാദമുള്ള ഇമാമ് ആവുമ്പോഴേ പറഞ്ഞു വരുള്ളൂ. പിന്നെ വൽ കസീറത്ത് ബിഗൈരി ദാലിക, കസീറത്ത് ഇതിന്റെ എതിരിലാണ്. അപ്പോ എന്താണ് വൈകിട്ട് നിസ്കരിക്കുക, അല്ലെങ്കിൽ അയാളെ നീട്ടി ഓതൂല. പിന്നെ വല്ലുഹാന്റെ താഴോട്ടുള്ള ആ ഖിസാറുൽ മുഫസ്സൽ ഓതുക എന്ന് പറഞ്ഞാൽ തന്നെ തബ്ബത്തും ഇഖ്ലാസും ഓതി അങ്ങനെ ഓതാ. അല്ലേ ലം യകുനില്ലദീന കഫറു ഇദാ സുൽസിലത്ത് അത് ഓതാലോ, അല്ലേ, അതെല്ലാം ഖിസാറിൽ പെട്ടല്ലേ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഫാത്തിഹ കിട്ടും, അങ്ങനെ ആയാലും മതി. പിന്നെ ആ തഅത്തുലി മസ്ജിദിൻ ഖരീബിൻ ലിഗൈബത്തിഹി, അല്ലെങ്കിൽ ഖരീബായ മസ്ജിദ് ഒഴിവാകുന്നതിന് വേണ്ടി അല്ലാതെ എന്താണ് അക്സറായ ജമാഅത്ത് അഫ്ളലാണെന്നാ, കസീറും ജമ്മ അഫ്ളലാണ്. ഖരീബായ പള്ളി ഒഴിവാകുക, ഔ ബഈദിൻ, അല്ലെങ്കിൽ ദൂരത്തുള്ള പള്ളി, അനിൽ ജമാഅത്ത് എന്തിനെ തൊട്ട് ഒഴിവാകുക, ജമാഅത്തിനെ തൊട്ട് ഒഴിവാകുക, ഫീഹി ആ പള്ളിയിൽ ജമാഅത്ത് ഉണ്ടാവില്ല, ലിഗൈബത്തിഹി ഇവന് ഗായിബായ കാരണത്താൽ അൻഹു അപ്പള്ളിയെ തൊട്ട്, അത് ഖരീബായ പള്ളിയായാലും ബഈദായ പള്ളിയായാലും ഇവൻ പോയില്ലേ അവിടെ ജമാഅത്ത് ഉണ്ടാവില്ല. ലി കൗനിഹി ഇമാമഹു, കാരണം എന്താ ഇവനാണ് അവിടുത്തെ ഇമാമ്, അപ്പൊ ഇവൻ ചെന്നില്ലെങ്കിൽ ആൾക്കാർ വരൂല, അല്ല വേറെ ഇമാമ് വയ്ക്കാൻ ആരുമില്ല, ആരും ഇമാം വെക്കൂല, നാടന്മാരാണ്. ഔ യഹ്ളുറുഹുന്നാസു ബിഹുളൂരി, അല്ല ഇവൻ ചെന്നാൽ കുറെ ആൾ വരൂല്ലേ, വരൂല, ആരും വരൂല. അപ്പൊ ഇങ്ങനെയാണ്. അപ്പോ ഖലീലാണ്. ഇപ്പൊ ഖലീലുൽ ജമ്മി ഫി ദാലിക, അപ്പൊ ആ പള്ളിയില് ഈ താഴത്തിലാകുന്ന പള്ളി ഉണ്ടല്ലോ, വേറെ ഇവിടെ ആള് കൂടുതലുള്ള പള്ളിയുണ്ട്, അവിടെ അല്ല, ഈ പള്ളിയിൽ അഫ്ളലാണ് മിൻ കസീരിഹി, ആ ജമ്മു കസീറായ പള്ളിയേക്കാൾ അഫ്ളലാണ്, പള്ളി ജമാഅത്തിനേക്കാൾ അഫ്ളലാണ്. ബൽ ബഹസ ശാരിഹുൻ അന്നൽ ഇൻഫിറാദ ബിൽ മുതഅത്തിലി അനി സ്വലാത്തി ഫീഹി ലിഗൈബത്തിഹി അഫ്ളലു, എന്നല്ല ഇൻഫിറാദ് അഫ്ളലാണ്. എവിടെ? ബിൽ മുതഅത്തിലി, മുതഅത്തിലായ പള്ളിയിൽ, എന്തിനെ തൊട്ട് ഒഴിവാകുന്ന പള്ളി, അനി സ്വലാത്തി ഫീഹി, അവിടെ നിസ്കാരം തന്നെ ഉണ്ടാവില്ല, ലിഗൈബത്തിഹി ഇവൻ ഗായിബായാൽ, ഇവനെ പള്ളിയിൽ പോയില്ലെങ്കിൽ ആരും നിസ്കരിക്കാനല്ല, ആരും നിസ്കരിക്കാൻ ഉണ്ടാവില്ല. ഇവൻ പോയാൽ ഇവനൊറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവനൊറ്റയ്ക്ക് നിസ്കരിക്കൽ അഫ്ളലാണെന്ന് പറഞ്ഞു. ലാക്കിന്നൽ ഔജഹ ഖിലാഫുഹു, എന്നാൽ അവിടെ ഔജഹ ഖിലാഫാണ്, ഒറ്റയ്ക്ക് നിസ്കരിക്കണ്ട, അവിടെ ജമാഅത്ത് കിട്ടുമെങ്കിൽ പോയാൽ മതി. അമ്മഴത്തിമാത്ത് ഷാരിഹിന്ന തഖീദ ബിൽ ഖരീബി, അപ്പൊ ഇവിടെ ഖരീബായ പള്ളി അല്ലെ ബഈദായ പള്ളി അങ്ങനെയാണല്ലോ പറഞ്ഞത്. ഖരീബായ പള്ളിയിലാണ് ഈ പറഞ്ഞത് എന്നെന്താക്കി ഒരു ഷാരിഹ് എത്തിമാദ് ചെയ്തു. ബഈദായ പള്ളിയിൽ അങ്ങനെയല്ല, ബഈദായ പള്ളിയിലേക്ക് പോകാൻ പോയില്ല എന്നുണ്ടെങ്കിൽ അവിടെ ജമാഅത്ത് ഉണ്ടാവില്ല, എന്നാലും അവിടെ പോകൽ എന്താണ് അഫ്ളലല്ല. പിന്നെ ഇവിടെ ആള് കൂടിയ പള്ളിയിൽ ജമാഅത്ത് നിസ്കരിക്കൽ അഫ്ളൽ എന്ന് ഒരു ഷാരി പറഞ്ഞ, അത് എന്താണ് മർദൂദുന്ന പിന്നെ പറയുന്നത് ലിഅന്നലഹു ഹഖൽ ജിവാരി, കാരണം ഖരീബായ പള്ളിയിൽ ഇവനിക്കുണ്ട് എന്തുണ്ട്
ഇവന് ജിവാർ അയൽവാസിയാണെന്നുള്ള ഹക്കുണ്ടല്ലോ, പള്ളീന്റെ അയൽവാസിയെ. അങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ, ലാ സലാത്ത ലിമൻ യസ്മഉ നിദാ ഇല്ലാ ഫിൽ മസ്ജിദി ലിമൻ സമിഅ നിദാ, ലാ സലാത്ത ലിമൻ സമിഅ നിദാ ഇല്ലാ ഫിൽ മസ്ജിദി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ പള്ളിയിൽ നിന്ന് വാങ്ങി കേൾക്കുകയാണെങ്കിൽ പള്ളിയിലല്ലാതെ നിസ്കാരമില്ല എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഹദീസ് കൊണ്ട് ഹക്കുൽ ജിവാർ സ്ഥിരപ്പെടും. ഓ മദൂഉവും മിൻഹു, ഇവൻ ആ കരീബായ പള്ളിയിൽ നിന്ന് ക്ഷണിക്കപ്പെട്ടവനാണ്, ഇവൻ വിളിക്കപ്പെട്ടവനാണ്. അപ്പോൾ ഹക്കുൽ ജിവാറിന്. അപ്പോൾ അവിടെയാണ് ഈ പറഞ്ഞത് എന്നാ എഴുത്തിമാത് മർദൂദുന്നത് മർദൂദാണ്. എന്തുകൊണ്ട്? ബിഅന്നഹു മദൂഉവും മിനൽ ബഈദി അയലൻ, ഇവൻ വിളിക്കപ്പെട്ടവനാണ് ദൂരത്തുള്ള പള്ളിയിൽ നിന്നും. അയലൻ അടുത്തുള്ള പള്ളിയിൽ നിന്ന് വിളിക്കപ്പെട്ട പോലെ തന്നെ. കാരണം ദൂരത്തുള്ള പള്ളിയിൽ നിന്ന് വിളിച്ചപ്പോൾ ഇവനെ ഒഴിവാക്കിയിട്ടില്ലല്ലോ. ഹയ്യ അലൽ സ്വലാ എന്ന് പറയുന്നത് എല്ലാ മോമിനീങ്ങളോടും അല്ലേ, പിന്നെ അടുത്തുള്ള ആള് അയൽവക്കത്തുള്ള ആൾ അങ്ങനൊന്നും കണക്കില്ലല്ലോ. ഹക്കുൽ ജിവാരി യുആരിലുഹു ഖബരു മുസ്ലിമിൻ, പിന്നെ ഹക്കുൽ ജിവാർ പരിഗണിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? അതിനെതിരാണ് മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ്, അഅ്ലമുൻ നാസി ബിസ്സലാത്തി അജ്റൻ, നിസ്കാരത്തിലെ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂലി കിട്ടുന്നത് ആർക്കാ? അബ്അദുഹും ഇലൈഹ മംഷ, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ദൂരത്തുനിന്ന് വരുന്നവരാണ്. ഇലൈഹ നിസ്കാരത്തിലേക്ക് എങ്ങനെ എന്തുകൊണ്ട് ദൂരമുള്ളവർ? മംഷൻ നടക്കുന്നത് കൊണ്ട്. മംഷ എന്ന് പറഞ്ഞാൽ നടക്കുക എന്നല്ലേ, മീമിയായ മസ്തറല്ലേ. അപ്പൊ നടത്തം കൊണ്ട് ദൂരത്തുള്ളവർ. അത് ജമാഅത്തിന് പോകുന്നത് വണ്ടിക്കാരിൽ ആവശ്യമില്ലെങ്കിൽ കറാത്താണല്ലോ, വണ്ടി പോലെ നടന്നു പോലല്ലേ അഫ്ളല്. ഓരോ ഹത്വത്തിനും എന്താണ്? ഓരോ ഹസനത്ത് എഴുതുകയും ഓരോ സയ്യത്തും പൊറുക്കപ്പെടുകയും ചെയ്യുന്നല്ലേ. അപ്പോൾ അങ്ങനെ വേണ്ടത്. അപ്പോൾ ദൂരത്തുനിന്ന് വരുന്നവർക്ക് കൂടുതൽ കൂലിയുണ്ട് എന്നുണ്ടപ്പോൾ പിന്നെ അടുത്തുള്ള ആൾ എന്നുള്ള പരിഗണന അവിടെ ഇല്ല. വലോ തആറലൽ ഖുശൂഉ വൽ ജമാഅത്ത്. ഇനി വേറെ മസല, ഇവന്റെ ഒരു ഹാലത്ത് വെള്ളം നോക്കിയിട്ട് പറയാം. ഖുശൂഉം ജമാഅത്തും എതിരായി. ജമാഅത്തിന് പോയാൽ ഖുശൂഉ ഉണ്ടാവില്ല, ഒറ്റക്ക് സ്കരിച്ചാലോ ഖുശൂഉ ഉണ്ടാവുകയും ചെയ്യും. അപ്പോഴോ ഫഹിയ ആവില്ല, ആ ജമാഅത്ത് തന്നെ ആവില്ല. ഖുശൂഉ പോട്ടെ, ഖുശൂഉ കുഴപ്പമില്ല, ജമാഅത്താനാവില്ല. കമാ അത്ബഖു അലൈഹി, അത് ഇത്തിഫാഖാണ്. അയിമത്ത് എല്ലാവരും പറഞ്ഞു തന്നെ. ഹൈസു ഖാലു, അവർ പറഞ്ഞു ഇന്ന ഫറലൽ കിഫായ അഫ്ളലു മിനസ് സുന്നത്തി. അവര് എന്താണ് ഇത്ബാഖായത് എവിടെയല്ല, ജമാഅത്തും ഖുശൂഉ എതിരാകുന്ന മസലയിലല്ല ആ വിഷയം പറഞ്ഞത്. പിന്നെ അവർ മൊത്തത്തിൽ ഫറല് കിഫായ സുന്നത്തിനേക്കാൾ അഫ്ളലാണെന്ന് പറഞ്ഞല്ലോ. ജമാഅത്ത് ഫറല് കിഫായ ആണെന്നല്ലേ റാജി. അപ്പോൾ ഖുശൂഉ സുന്നത്തുമാണ്, അപ്പോൾ അതിനേക്കാൾ അഫ്ളലാണല്ലോ. പിന്നെ അതിനും പുറമെ വായിലൻ ഫൽ ഖിലാഫു ഫി കൗനിഹ ഫർലൈനിൻ കൗനിഹ ഷർത്തൻ ലി സിഹത്തി സ്വലാത്തി അഖ്വാ മിന്നു ഫി ഷർത്തിയ്യത്തിൽ ഖുശൂഅ. അതായത് നിസ്കാരം ചെയ്യുകയാണെങ്കിൽ ഖുശൂഅ ഉണ്ടാകണം, ഖുശൂഅ ഷർത്താണ് എന്ന് എന്താണ് ഒരു അഭിപ്രായമുണ്ട്. അപ്പോൾ അവിടെയും ഖിലാഫുണ്ടല്ലോ ഇവിടെയും ഖിലാഫുണ്ടല്ലോ. അപ്പോൾ അത് പരിഗണിക്കുമ്പോൾ രണ്ടും തുല്യായില്ലേ എന്നുള്ള ഇഷ്കാൽ വരും. അതിന് മറുപടി പറയാം വായിലൻ. അതിനും പുറമെ ഫൽ ഖിലാഫു അഭിപ്രായ വ്യത്യാസം ഫി കൗനിഹ ഫർലൈനിൻ, ജമാഅത്ത് ഫർലൈനാണോ എന്നതിൽ, കൗനിഹ ഷർത്തൻ ലി സിഹത്തി സ്വലാത്തി, അല്ലാതെ നിസ്കാരം ചെയ്യാൻ ഷർത്താണോ എന്നതിൽ ഉള്ള ഖിലാഫ് ആകുന്നത് അഖ്വാ മിൻഹു, ആ ഖിലാഫിനേക്കാൾ അഖ്വയാണ്. എവിടെയുള്ള ഖിലാഫ്? ഫി ഷർത്തിയ്യത്തിൽ ഖുശൂഅ, ഖുശൂഅ ഷർത്താണോ എന്നതിലുള്ള ഖിലാഫിനേക്കാൾ അഖ്വയാണ്. അപ്പോഴും എന്ത് തന്നെ വരും? ആ ഖിലാഫ് അഖ്വയായതിനല്ലേ കൂടുതൽ ഫضലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ജമാഅത്തിന് തന്നെ പോകണം ഖുശൂഅ നഷ്ടപ്പെട്ടാലും. ഇഫ്താഉ ഇബ്നു അബ്ദിസ്സലാം റളിയല്ലാഹു അൻഹു ഒരു ഫത്വ കൊടുത്തു, ബി അന്നഹു ഔല, ഖുശൂഅ ഔലയാണ് മുത്തലഖൻ എന്ന് പറഞ്ഞു. ഖുശൂഅ ഔലയാണെന്ന് പറഞ്ഞത് അത് മുത്തലഖൻ എന്ന് പറഞ്ഞത് അക്സറു സലാത്തിൽ ഖുശൂഅ ഉണ്ടായാലും ശരി നഷ്ടപ്പെടുമെങ്കിലും അല്ല, മുഴുവൻ സലാത്തിലും നഷ്ടപ്പെടും. എന്നാലും ഒക്കെ തന്നെയാണ് ആ ഖുശൂഅ ആണ് ഔല ജമാഅത്തിനേക്കാൾ. അപ്പോൾ ജമാഅത്തിന് പോയാൽ നിസ്കാരത്തിൽ കുറച്ച് സമയം ഖുശൂഅ നഷ്ടപ്പെട്ടു, അല്ല തീരെ ഖുശൂഅ ഉണ്ടാവില്ല. എന്നാലൊക്കെ എന്തെന്നെ ഖുശൂഅ പരിഗണിച്ചിട്ട് ഒറ്റക്ക് നിസ്കരിക്കലാണ് നല്ലതെന്ന് ഇബ്നു അബ്ദുസ്സലാം റഹിമഹുല്ലാഹ് ഒത്തു കൊടുത്തിട്ടുണ്ട്. ഇന്നമായെത്തി, അത് വരുന്നത് അലാ അന്നഹ സുന്നത്തുൻ, അത് ജമാഅത്ത് സുന്നത്താന്നുള്ള അഭിപ്രായത്തിന്റെ മേലേ വരുള്ളൂ എന്നാ. വക്കദാ ഇഫ്താഉൽ ഗസാലി, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഫത്വ ഇങ്ങനെ തന്നെ, ബി അന്നഹു ഇദാ കാനൽ ജംഉ യംനഉൽ ഖുശൂഅ, ജംഅ് എന്താണ്? പിന്നെ ഇവനെ തടയുന്നുണ്ട്. യംനഉഹു, ഇവന് തടയുന്നുണ്ട്. എന്ത് തടയുന്നുണ്ട്? ഖുശൂഅനെ തടയുന്നുണ്ട്. ഫി അക്സരി സ്വലാത്തിഹി, അക്സറു സ്വലാത്തിലും തടയുന്നുണ്ട്. അപ്പോൾ കുല്ലു സ്വലാത്തിൽ തടയുന്നില്ല, ഇടക്കിടക്ക് ഖുശൂഅ ഉണ്ടാവും, പക്ഷെ അക്സർ ഖുശൂഅ ഉണ്ടാവില്ല. എന്നാൽ ഫല്ലിൻഫിറാദു ഔല,
അപ്പൊ അവിടെ എന്താണ് ഇൻഫിറാദാണ് എന്ന ഇമാം ഗസാലി റളിയല്ലാഹുവിന്റെ ഫത്വയും എന്തിലേ വരുള്ളൂ? അത് സുന്നത്താന്നുള്ളതിന്റെ മേലെ വരുള്ളൂ. ഫർള് കിഫായാണ് അതിനാണെന്ന് പറഞ്ഞാൽ പിന്നെ അത് പറയാൻ യാതൊരു മാർഗമില്ല. ഇനി അതിനും പുറമെ വേറൊരു മറുപടിയും പറയുന്നത് അലാ അന്നഹു ബഈദുൻ, ഈ രണ്ട് ഫത്വയും ബഈദാണ്. അല്ല, രണ്ട് ഫത്വ അല്ല, ഗസാലി ഇമാമിന്റെ ഫത്വ അത് ബഈദാണ്. എന്താ ലിഅന്നൽ ഖായിലീന ബിശർത്തിയ്യത്തിഹി, ആ ഖുശൂ' ഷർത്താണ് എന്ന് പറഞ്ഞവർ മാ ശുദൂദിഹിം, അവർ പറഞ്ഞത് ഷാദാണ്. അവർ ഷാദാണ്, ഖായിദക്ക് വിരുദ്ധമായിട്ടാണ് അവർ പറഞ്ഞത്. ഷാദായ അഭിപ്രായ. ഇന്നമാ യഖൂലൂന, അവരത് പറഞ്ഞത് ബിഹാ, പിന്നെ ആ ഷർത്താണ് എന്ന് പറഞ്ഞത് ഫി ജുസ്ഇൻ മിനസ് സ്വലാത്തി ലാ ഫി കുല്ലിഹാ, നിസ്കാരത്തിൽ ഏതെങ്കിലും ഒരു ജുസ്ഇൽ ഷർത്ത് ഉണ്ട് എന്നേ ഉള്ളൂ. സഹിയാണെങ്കിൽ ഖുശൂ വേണം എന്ന് പറഞ്ഞത് നിസ്കാരത്തിൽ എവിടെങ്കിലും ഒരു ഖുശൂ ഉണ്ടായാൽ മതി, മുഴുവൻ സ്ഥലത്തുമില്ല. അപ്പൊ പിന്നെ ഇത് പറയാൻ പറ്റൂലല്ലോ, ഇത് അക്സർ സ്വലാത്തിൽ നഷ്ടപ്പെടും എന്നുണ്ടെങ്കിൽ ജമാഅത്തിനേക്കാൾ അവലയാണ് അതെന്ന് പറയാൻ പറ്റൂലല്ലോ. കാരണം ജുസ്ഇൽ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ നിസ്കാരം അവരുടെ അഭിപ്രായം അനുസരിച്ചും സഹിയായല്ലോ. ഫൈൻ കുൽത്ത, അപ്പൊ നീ വേറെന്ന് ചോദിച്ചാല് എന്താണ് തഖദീമുഹ യുനാഫി മായെത്തി, ഇവിടെ ജമാഅത്തിനെ മുന്തിക്കുമെന്ന് പറഞ്ഞില്ലേ ഖുശൂവിനേക്കാള്, അത് ശേഷം വരുന്ന ഒന്നിനെതിരാണല്ലോ. എന്താ ശേഷം വരുന്ന മീൻ തഖദീമിഹി, ആ ഖുശൂ' മുന്തിക്കും എവിടെ? ഫീ ദീ ജൂഇൻ ഔ അത്തശിൻ, പിന്നെ വിശപ്പും ദാഹമുള്ള ആളിന്, വിശപ്പും ദാഹമുള്ള ആള് ഭക്ഷണത്തിലേക്ക് വെള്ളത്തിലേക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് കഴിച്ചിട്ട് പോയാൽ മതി എന്ത് ജമാഅത്തിന് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതെന്താ കാരണം? ഖുശൂ' നഷ്ടപ്പെടുമെന്നുള്ളതല്ലേ. അപ്പൊ ഖുശൂവിനല്ലേ മുന്തിച്ച ജമാഅത്തിനേക്കാള്? അത് ഈ പറഞ്ഞത് എതിരല്ലേ? ഖുൽതു ലാ യുനാഫിഹി, അതിന് മറുപടി എന്താണ്? ഈ തഖദീം അതിനെതിരല്ല. ഇവിടെ പറഞ്ഞത് അവിടെ വരുന്നതിനെതിരല്ല. ലിഅന്ന മാഹുന, കാരണം ഇവിടെ പറഞ്ഞ ജമാഅത്ത് മുന്തിക്കണം എന്ന് പറഞ്ഞത് മഫ്റൂലും ഫീമൻ യതവഖമു ഫവാത്തഹു, ഒരാളെക്കുറിച്ച് സങ്കല്പിക്കപ്പെട്ടതാണ്. യതവഖമു ഫവാത്തഹു, അയാൾക്ക് ഖുശൂ' നഷ്ടപ്പെടുമെന്ന വഹുമാണുള്ളത്. ബിഹാ, ജമാഅത്തിന് പോയാൽ ജമാഅത്ത് കൊണ്ട് ഖുശൂ' നഷ്ടപ്പെടുമെന്ന തവഹുമാണ്. മിന്നൈസു ഈസാറുഹു അൽ ഉസ്ലത്ത, എന്ത് കാരണത്താല്? ഇവൻ തെരഞ്ഞെടുത്തു എന്ന കാരണത്താൽ നഷ്ടപ്പെടുമോ എന്ന. എന്തിനെ തെരഞ്ഞെടുത്തു? അൽ ഉസ്ലത്ത, ഉസ്ലത്തിനെ തെരഞ്ഞെടുത്തു എന്ന കാരണത്താൽ. പിന്നെ അപ്പൊ ഇവൻ ഉസ്ലത്തിനെ തെരഞ്ഞെടുത്ത, ഉസ്ലത്തിലിരിക്കുന്ന ആളാ. അപ്പൊ എന്തായി? ജമാഅത്തിന് പോയി കഴിഞ്ഞാല് ഇവന് വസ്വാസം ഉണ്ടാവും. പിന്നെ അമ്മതാക്ക, അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഫൗമിറ, അപ്പൊ ഇവൻ കൽപ്പിക്കപ്പെട്ടു ബിഹാ, ജമാഅത്ത് കൊണ്ട് കൽപ്പിക്കപ്പെട്ടു. ഖാഹിറൻ ലി നഫ്സിഹിൽ മുതഖയ്യിലത്തി, എന്താണ്? നിയന്ത്രിക്കാൻ വേണ്ടി, അടക്കാൻ വേണ്ടിയിട്ട്. എന്തിന്? ലി നഫ്സിഹി, ഇവന്റെ മനസ്സിനെ, അൽ മുതഖയ്യിലത്തി, തോന്നിപ്പിക്കുന്ന മനസ്സിനെ, മാ ഖദിയക്കൂനു സബബൽ ലിസ്തിലായി ശൈത്താനി, എന്തിനെ തോന്നിപ്പിക്കുന്നു? ആ ഒന്ന് ആയിത്തീരും, കാരണമായിത്തീരും. സബബൻ, കാരണമായിത്തീരും. എന്തിന്? ലിസ്തിലായി ശൈത്താനി അലൈഹ, ശൈത്താൻ അധികാരം സ്ഥാപിക്കാൻ, അലൈഹ, മനസ്സിന്റെ മേലെ. അപ്പൊ ഇങ്ങനെ ശൈത്താന് അധികാരം സ്ഥാപിക്കാൻ, അതായത് വിസലത്തിലിരുന്നാൽ ഖുശൂ' നഷ്ടപ്പെടുവോ, ജമാഅത്തിനോ ആയാലും കുഴപ്പമാവോ എന്നിങ്ങനെ പറഞ്ഞ് വിചാരിച്ച് തുടങ്ങി കഴിഞ്ഞാല് എന്താവും? ജമാഅത്ത് ഒഴിവാക്കി ഒറ്റയ്ക്കിരിക്കും. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആ നഫ്സിന്റെ ഈ തോന്നൽ എവിടുന്ന് വന്നതാ? ജമാഅത്തിന് പോയാൽ ഖുശൂ' നഷ്ടപ്പെടുവോ എന്നുള്ള തോന്നൽ എവിടുന്ന് വന്നതാ? അതൊരു ശൈത്താന്റെ തോന്നിപ്പിക്കലാണ്. അതാ ഫസ്റ്റ് അതിന് കീഴ്പ്പെട്ട് കൊടുത്താൽ പിന്നെന്താവും? ശൈത്താൻ അങ്ങ് അധികാരം സ്ഥാപിച്ച് കളയും. പിന്നെ ഓരോന്നോരോന്നാക്കിയിട്ട് ഇവന്റെ എല്ലാം നഷ്ടപ്പെടുത്തി കളയും. അതാണ് ഇവന്, അതൊരു മാനസികമായ എന്താണ് ചികിത്സയാണെന്ന് അർത്ഥം. പിന്നെ അപ്പൊ ജമാഅത്തിന് പോകണം എന്നാണ്. അപ്പൊ നഫ്സിനെ എന്താണ് നിയന്ത്രിക്കാനും അടക്കാനും അധികാരം ഇപ്പെടുത്താനും വേണ്ടി, കീഴ്പ്പെടുത്താനും വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. കമാ ദല്ലാലയിൽ ഖബറു സാബിക്കു, അതിന്റെ മേലെ എന്താണ് മുമ്പ് പറഞ്ഞ ഹദീസ് അറിയിക്കുന്നുണ്ട്. ഇന്നമായ കുലു ദീപു മിനൽ ഖനമിൽ ഖാസിയത്താന്ന് പറഞ്ഞില്ലേ? ഫഅലൈക ബിൽ ജമാഅത്തി, ഇന്നമായ കുലു ദീപു മിനൽ ഖനമിൽ ഖാസിയത്ത എന്ന് പറഞ്ഞു. പിന്നെ അമ്മതാക്ക, അപ്പൊ ഈ വിശപ്പും ദാഹമുള്ളിടത്തോ ഫമാനിഉഹു ലാഹിറുൻ, പിന്നെ അപ്പൊ ആ ഖുശൂഇനുള്ള തടസ്സം അത് ലാഹിറാണ്. എന്താ വിശപ്പും ദാഹവും എന്ന് പറഞ്ഞാല് നേരിട്ട് അറിയുന്ന കാര്യമല്ലേ, മറ്റേത് ഒരു തോന്നലല്ലേ. ഫഖുദ്ദിമ, അപ്പൊ അത് മുന്തിക്കപ്പെട്ടു ലാഹിറായതുകൊണ്ട്. ലിഅന്നഹു യുഅദ്ദു ഉദ്റൻ,
കാരണം ആ മാനി ഉസറായി പരിഗണിക്കപ്പെടും. മുദാഫഅത്തിൽ ഹദസി, അശുദ്ധിക്ക് മുട്ടും പോലെ, മലമൂത്ര വിസർജനത്തിന് മുട്ടും പോലെ. പിന്നെ ഇമാം ഗസാലി റളിയല്ലാഹുവിന്റെ ഒരു ഫത്വ ഇപ്പൊ പറഞ്ഞു, സുമ്മറായത്തുൽ ഗസാലി റളിയല്ലാഹു ഇഫ്താഅൻ ആഖർ. പിന്നെ ഇമാം ഗസാലിന്റെ വേറൊരു ഫത്വ ഞാൻ കണ്ടു, യുസരിഹു, ആ ഫത്വയിൽ സരീഹാക്കിയിട്ടുണ്ട്, ബിമാ ദക്കർതുഹു, ഞാൻ പറഞ്ഞു ഒന്നുകൊണ്ട്, അതായത് ജമാഅത്ത് തന്നെ മുന്തിക്കേണ്ടത്. ആ ഫത്വ മുതാഖിറൻ ദാലിക്കൽ ഇഫ്തായി, ആ ഫത്വ പിന്തിയതുമാണ്, പിന്തിയതായ ഫത്വ ഞാൻ കണ്ടു. ദാലിക്കൽ ഇഫ്തായി, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഖുശൂഇനെ മുന്തിക്കണം എന്ന് പറഞ്ഞ ആ ഫത്വയേക്കാൾ പിന്തിയതാണ്. ഫീമൻ ലാസമർ റിയാദ, ആരെക്കുറിച്ചാണ് ആ ഫത്വ? ഫീമൻ, ഒരാളെക്കുറിച്ച്, ലാസമർ റിയാദത്ത ഫിൽ ഖൽവത്തി, അയാൾ ഖൽവത്തിലിരുന്നിട്ട് റിയാദ വീട്ടാണ്. തസവുഫിന്റെ റിയാദക്ക് വേണ്ടി എന്താണ് ഖൽവത്തിനെ ലാസിമാക്കിയതാണ്. പിന്നെ ഹത്താ സാറത്ത് താഴത്തുഹു, എത്ര എന്താവും ഇയാളുടെ താഴത്ത് ആ റിയാദ, നിസ്കാരമായിരിക്കും, അല്ലെ ഖുർആൻ ഓതലായിരിക്കും, അല്ലെ സലാത്തിലാവും. അപ്പൊ ഇതെന്തായി പോകും? തഫറഖു അലൈഹി, ഇയാളുടെ മേലെ ആ തഫറുക്ക് ചിന്ന ഭിന്നമായി പോകും. ബില്ലിജിത്തിമായി, ജമാഅത്തിന് പോകൽ കൊണ്ട്. ഇയാൾ എന്ത് ചെയ്യണം എന്ന് എന്താണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനോട് ഫത്വ ചോദിച്ചു. ഇയാൾ ജമാഅത്തിന് പോകണോ, അതല്ല ഇവിടെ എന്താണ് ഖൽവത്തിൽ ഇരിക്കുകയാണോ വേണ്ടത്, ഒറ്റക്ക് നിസ്കരിക്കുകയാണോ വേണ്ടത്? അവിടെ എന്താണ് ഫത്വ? ബി അന്നഹു, അപ്പോ സുമ്മറായത്തുൽ ഗസാലി ഇഫ്താ ആഖറ എന്ന് പറഞ്ഞ ആ ഇഫ്തായിനോട് ബന്ധിച്ച ബി അന്നഹു, ഈ വ്യക്തി മൻലാസമൽ റിയാദ ഉണ്ടല്ലോ, അയാൾ റജുലും മഗ്റൂറുൻ, അയാൾ വഞ്ചിക്കപ്പെട്ടവനാണ്. അയാൾക്ക് ഈ തോന്നലുണ്ടല്ലോ, പുറത്തിറങ്ങി ജമാഅത്തിന് പോയി കഴിഞ്ഞാൽ എന്തായി പോവോ, ഇയാളുടെ ഇതെല്ലാം തഫറുക്കായി പോകുമോ, ഇബാദത്തല്ല, ഇയാളെല്ലാം എന്ത് ചിന്ന ഭിന്നമായി പോവോ, അലങ്കോലപ്പെട്ടു പോവോ എന്നുള്ളത് എന്താണ്, അത് അതിന്റെ പേരിൽ വഞ്ചിക്കപ്പെട്ട ആളാ. ഇത് മായഹ്സുലു ലഹു ബിൽ ജമാഅത്ത്, കാരണം അയാൾക്ക് ജമാഅത്തിൽ ഹാസിലാകുന്ന കൂലി, ഫവായിദ്, മായഹ്സുലു മിനൽ ഫവായിദ്, എന്തിനാൽ ഫായിദകൾ, അഅ്ലമു മിൻ ഖുശൂഇ, അയാളെ ഖുശൂഇനേക്കാൾ വലിയ എത്രയോ വലിയ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ജമാഅത്തിന് പോട്ടെ. വാത്താല ഫീ ദാലിക, എന്നിട്ട് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ആ ഫത്വ ദീർഘമായി പറയുകയും ചെയ്തു. പിന്നെ ഇനി തക്ബീറത്തുൽ ഇഹ്റാം കിട്ടൽ പ്രത്യേകമായ ആ ഒരു ഫളീലത്താണ് എന്ന് പറയുന്നത്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.